സ്വന്തം ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ബുദ്ധി ഉണർത്തുവാനായി പ്രയത്നിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കുലം അഭിവൃദ്ധി പ്രാപിക്കുക. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന പാണ്ഡവരെ എന്തിനാണ് അങ്ങ് അകറ്റി നിർത്തിയിരിക്കുന്നത്? വിദുരൻ്റെ ചോദ്യങ്ങൾ തുടരുകയാണ്. അവർക്ക് ജീവിക്കുവാൻ ചില ഗ്രാമങ്ങളെങ്കിലും നൽകുക. അങ്ങനെ ചെയ്താൽ എല്ലാവരും അങ്ങയെ പ്രശംസിക്കുക തന്നെ ചെയ്യും. സ്വന്തം പുത്രന്മാരെ ശാസിക്കണം. അങ്ങയുടെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങ് ബന്ധുക്കളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല മനസ്സുള്ളവർ ഐശ്വര്യത്തിലേക്കും വിഷമനസ്സുള്ളവർ അധപതനത്തിലേക്കും ചെന്നെത്തും. പാണ്ഡവർ നല്ല മനസ്സുള്ളവരാണ്. അങ്ങത് തിരിച്ചറിയുക. യുദ്ധമുണ്ടായാൽ ചിലരെല്ലാം മരിച്ചു പോകുമെന്ന് തീർച്ചയല്ലേ? അങ്ങയുടെ മക്കളോ പാണ്ഡവരോ മരണപ്പെട്ടു എന്ന് കേട്ടാൽ അങ്ങയ്ക്ക് ദുഃഖമുണ്ടാകില്ലേ? അതുകൊണ്ട് യുദ്ധം തന്നെ ഒഴിവാക്കുവാനുള്ള വഴിയല്ലേ അങ്ങ് നോക്കേണ്ടത്? ദുര്യോധനൻ പല ദ്രോഹങ്ങളും പാണ്ഡവരോട് ചെയ്തുവെങ്കിലും മഹാരാജാവേ, അങ്ങ് അതെല്ലാം പരിഹരിക്കേണ്ടതാണ്. വിദുരൻ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി.